ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? എ. കൃപകളും ദാനങ്ങളും. ബി. അനുഗ്രഹവും കാരുണ്യവും. സി. ദർശനങ്ങളും വെളിപാടുകളും. ഡി. പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും. ഉത്തരം സി. ദർശനങ്ങളും വെളിപാടുകളും. ചോദ്യം 2. എത്ര വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ തനിക്കറിയാം എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. 14 വർഷം. ബി. 40 വർഷം. സി. 10 വർഷം. ഡി. 3 വർഷം. ഉത്തരം എ. 14 വർഷം. ചോദ്യം 3. 3-ാം സ്വർഗം എന്ന് ശ്ലീഹ പറയുന്നത് എവിടേക്ക് എന്നാണ്? എ. ആകാശങ്ങളിലേക്ക്. ബി. പർദീസായിലേക്ക്. സി. സ്വർഗത്തിലേക്ക്. ഡി. നക്ഷത്രങ്ങളിലേക്ക്. ഉത്തരം ബി. പർദീസായിലേക്ക്. ചോദ്യം 4. പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യൻ ഉയർത്തപ്പെട്ടത് ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്ന് അറിയാവുന്നത് ആർക്ക്? എ. പൗലോസ് ശ്ലീഹായ്ക്ക്. ബി. ക്രിസ്തുവിന്. സി. കർത്താവിന്. ഡി. ദൈവത്തിന്. ഉത്തരം ഡി. ദൈവത്തിന്. ചോദ്യം 5. ശ്ലീഹ സ്വയം അഭിമാനം കൊള്ളുന്നത് എന്തിൽ? എ. സ്വന്തം ബലഹീനതകളിൽ. ബി. സ്വന്തം നേട്ടങ്ങളിൽ. സി. സ്വന്തം വിശ്വാസത്തിൽ. ഡി. സ്വന്തം പ്രവർത്തനങ്ങളിൽ. ഉത്തരം എ. സ്വന്തം ബലഹീനതകളിൽ. ചോദ്യം 6. പൂരിപ്പിക്കുക. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ഭോഷനാവുകയില്ല. എന്തെന്നാൽ ഡാഷ് ആയിരിക്കും ഞാൻ സംസാരിക്കുക. എ. ബോധ്യങ്ങൾ. ബി. വിശ്വാസങ്ങൾ. സി. സത്യങ്ങൾ. ഡി. നേട്ടങ്ങൾ. ഉത്തരം സി. സത്യങ്ങൾ. ചോദ്യം 7. ശ്ലീഹായിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിൽ അധികമായി ആരും ശ്ലീഹായെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ശ്ലീഹ ഒഴിവാക്കുന്നതെന്ത്? എ. അഹങ്കാരം. ബി. ദേഷ്യം. സി. ആത്മപ്രശംസ. ഡി. മേനി പറച്ചിൽ. ഉത്തരം സി. ആത്മപ്രശംസ. ചോദ്യം 8. വെളിപാടുകളുടെ ആധിക്യത്താൽ ശ്ലീഹ അധികം സന്തോഷിക്കാതിരിക്കേണ്ടതിന് ശ്ലീഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ടതെന്ത്? എ. മുറിവ്. ബി. വേദന. സി. മുള്ള്. ഡി. വ്രണം. ഉത്തരം സി. മുള്ള്. ചോദ്യം 9. ശ്ലീഹായെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ തന്നെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് ശ്ലീഹ കർത്താവിനോട് അപേക്ഷിച്ചത്? എ. 7 പ്രാവശ്യം. ബി. 3 പ്രാവശ്യം. സി. 10 പ്രാവശ്യം. ഡി. 2 പ്രാവശ്യം. ഉത്തരം ബി. 3 പ്രാവശ്യം. ചോദ്യം 10. പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ ശ്ലീഹായ്ക്ക് തൻ്റെ എന്തു മതി എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? എ. അനുഗ്രഹം. ബി. കാരുണ്യം. സി. ശക്തി. ഡി. കൃപ. ഉത്തരം ഡി. കൃപ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 11. ക്രിസ്തുവിൻ്റെ ശക്തി ശ്ലീഹായുടെ മേൽ ആവസിക്കേണ്ടതിന് പൂർവാധികം സന്തോഷത്തോടെ ശ്ലീഹ തൻ്റെ എന്തിനെപ്പറ്റിയാണ് പ്രശംസിക്കുക? എ. നേട്ടങ്ങളെക്കുറിച്ച്. ബി. സഹനങ്ങളെക്കുറിച്ച്. സി. ക്ലേശങ്ങളെക്കുറിച്ച്. ഡി. ബലഹീനതകളെക്കുറിച്ച്. ഉത്തരം ഡി. ബലഹീനതയെക്കുറിച്ച്. ചോദ്യം 12. അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങളിൽ പെടാത്തത് എന്ത്? എ. അടയാളങ്ങൾ. ബി. അത്ഭുതങ്ങൾ. സി. ശക്തികൾ. ഡി. തെളിവുകൾ. ഉത്തരം എ. അടയാളങ്ങൾ. ചോദ്യം 13. എത്രാം പ്രാവശ്യമാണ് ശ്ലീഹ കൊറിന്തോസുകാരെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നത്? എ. 3-ാം പ്രാവശ്യം. ബി. 2-ാം പ്രാവശ്യം. സി. 7-ാം പ്രാവശ്യം.
ഡി 4 പ്രാവശ്യം? ഉത്തരം എ 3 പ്രാവശ്യം. ചോദ്യം 14. പൗലോസ്ലീഹായും തീത്തോസും കൂടെ അയക്കപ്പെട്ട സഹോദരനും എങ്ങനെയാണ് പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്തത് എന്നാണ് സ്ലീഹ പറയുന്നത്? എ ഒരേ ആത്മാവിലും ഒരേ പാതയിലും, ബി ഒരേ സഹനത്തിലും ഒരേ ക്ലേശത്തിലും, സി ഒരേ പ്രാർത്ഥനയിലും ഒരേ വചനത്തിലും, ഡി ഒരേ വിശ്വാസത്തിലും ഒരേ ത്യാഗത്തിലും. ഉത്തരം എ ഒരേ ആത്മാവിലും ഒരേ പാതയിലും. ഈ ചാനൽ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കുന്ന ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.